വിദേശത്ത് പഠിക്കണോ ഇന്ത്യയിൽ പഠിക്കണോ? ഇന്ന് പലരെയും കൺഫ്യൂഷനിലാക്കുന്ന ഒരു ചോദ്യമാണിത്. വിദേശത്ത് പഠിച്ചാൽ മാത്രമേ വിജയിക്കാനാകൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പല വിദ്യാർത്ഥികളും +2 കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വിദേശത്ത് പഠിക്കണോ അതോ ഇന്ത്യയിൽ പഠിക്കണോ? പലരും തീരുമാനമെടുക്കുന്നത് കൂട്ടുകാരെ നോക്കിയാണ്. ചിലർ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന്റെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും ട്രെൻഡിനെ നോക്കി നമ്മൾ ഒരു കരിയർ തീരുമാനം എടുക്കരുത്. വിദേശ പഠനം ഒരു നല്ല കരിയർ തീരുമാനമാണ്. പക്ഷേ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കരിയർ ഗോൾ, സാമ്പത്തിക സ്ഥിതി, ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ്, സ്വതന്ത്രമായി ജീവിക്കാനുള്ള മനോഭാവം, തിരഞ്ഞെടുക്കുന്ന രാജ്യത്തിന്റെ തൊഴിൽ സാധ്യത. ചില വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ സ്ഥാപനങ്ങളായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. ചിലർക്ക് വിദേശ സർവകലാശാലകൾ മികച്ച എക്സ്പോഷർ നൽകുന്നുണ്ടാകും. ജർമ്മനിയിലേക്ക് പോകൂ, കാനഡയാണ് ബെസ്റ്റ്, UK-യിൽ സെറ്റിൽ ആവാം. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലായിടത്തും ഒരേ വീഡിയോ. ഇത് കണ്ട് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നു, ഞാനും വിദേശത്തേക്ക് പോകുന്നതല്ലേ നല്ലത്. പക്ഷേ ഒരു രാജ്യത്തിന്റെ പേര് കേട്ട് കരിയർ തീരുമാനിക്കുന്നത് അപകടകരമാണ്. കാരണം രാജ്യമല്ല, വിദ്യാർത്ഥികളെയാണ് ആദ്യം വിലയിരുത്തേണ്ടത്. വിദേശ പഠനത്തിന് മുമ്പ് 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. എനിക്ക് ഈ കോഴ്സ് ശരിക്കും ഇഷ്ടമാണോ? ആ രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് ഞാൻ പൊരുത്തപ്പെടുമോ? സാമ്പത്തികമായി എനിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുമോ? സ്വതന്ത്രമായി ജീവിക്കാൻ ഞാൻ തയ്യാറാണോ? ഒരു നല്ല കരിയർ മെന്റർ ആദ്യം രാജ്യമല്ല സജസ്റ്റ് ചെയ്യുന്നത്, ആദ്യം വിദ്യാർത്ഥിയെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കും. പിന്നീടാണ് രാജ്യവും കോഴ്സും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം സൈക്കോമെട്രിക് അനാലിസിസ് ശുപാർശ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് കോഴ്സ്, യൂണിവേഴ്സിറ്റി, കൺട്രി എന്നിവ തീരുമാനിക്കുന്നത്. ഈ സമീപനം ദീർഘകാല കരിയർ അനുയോജ്യത ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. രാജ്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്വയം ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം, കരിയർ റോഡ് മാപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എത്ര അപകടകരമാണ് എന്നുള്ള കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. താങ്ക്